ഹലോ, എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സമ്മർ വെക്കേഷന് ഞങ്ങൾ ദുബായിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഒരു യാത്ര ചെയ്തു. ഏകദേശം 16 മണിക്കൂറോളം നീണ്ട ഒരു ദീർഘമായ യാത്രയാണിത്. അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം 850ഓളം ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന എമിറേറ്റ്സിൻ്റെ A380 എന്ന ഫ്ലൈറ്റിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡബിൾ ഡെക്കറാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ഡെക്കിൽ ഒരു 530ഓളം സീറ്റുകളും അപ്പർ ഡെക്കിൽ 320ഓളം സീറ്റുകളും ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇതിനുള്ളത്. സാധാരണ ഫ്ലൈറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല സൗകര്യങ്ങളാണ് എമിറേറ്റ്സ് യാത്രക്കാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 6 മണിയായപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. നീണ്ട കൊറോണ കാലഘട്ടങ്ങളിൽ മുടങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ യാത്രകളൊക്കെ ഇപ്പോൾ ഒന്ന് ജീവൻ വെച്ച് വരികയാണ്. വാക്സിനേഷൻ്റെയും PCR ടെസ്റ്റിൻ്റെയും ഒന്നും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കാത്ത് കിട്ടിയ ഈ അവസരത്തിൽ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിൽ നിന്ന് 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ ദുബായ് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ എമിറേറ്റ്സിൻ്റെ ടെർമിനലിൽ എത്തിച്ചേർന്നു. വേഗം ചെക്കിൻ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ലോഞ്ചിലേക്ക് പോവുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ലോഞ്ച് സൗകര്യങ്ങളാണ് എമിറേറ്റ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോഞ്ചിൽ നിന്ന് ഒത്തിരി ദൂരെയൊന്നും പോകണ്ട. നമ്മുടെ ഗേറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ലോഞ്ച് സൗകര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഗേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഞങ്ങളുടേത് A11 ആണ്. അപ്പോൾ നമ്മളുടെ ഗേറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു സീറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. കുറേ സംഭവങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വോഫിളാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ നല്ല അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വോഫിളും അതിന് മുകളിൽ നല്ല ക്രീം ചീസും പിന്നെ അതുപോലെ കുറച്ച് മേപ്പിൾ സിറപ്പും അതൊക്കെ ഒഴിച്ച് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് അത് കഴിച്ചു. കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലെന്ന് പറയുന്ന പോലെ ഞാനവിടെ കണ്ടൊരു നല്ല കാര്യം, എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ചാൽ വാനില കേക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പീനട്ട് ബട്ടർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു. ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷനോടെ കൊടുത്തേക്കുന്നു. നല്ല രസമുണ്ട്. ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ക്രീമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നുട്ടല്ലയും പീനട്ട് ബട്ടറും ഒക്കെ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ കഴിച്ച് എനിക്കും സന്തോഷമായി. അങ്ങനെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം നന്നായിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായി. സ്മൈൽ. അതൊക്കെ ബോർഡിംഗ് ടൈമായി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പർ ഡെക്കിലേക്കും ലോവർ ഡെക്കിലേക്കും കയറാനുള്ള ആ കണക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം. വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പുറകിൽ വരികയാണ്. അവർ മുമ്പിൽ ചെന്ന് കഴിഞ്ഞു. പക്ഷേ ബോർഡിംഗ് പാസ് എൻ്റെ കയ്യിലായതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ബോർഡിംഗ് പാസ് ഓരോരുത്തരും കാണിച്ച് ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ കയറി. എല്ലാവരും അവരുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് കംഫർട്ടബിളായിട്ട് അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റിലാവുകയാണ്. നമ്മുടെ വെൽക്കം ഡ്രിങ്കുമായിട്ട് എയർ ഹോസ്റ്റസ് വരുന്നുണ്ട്. Would you like to have some Persian juice or there's another green juice? What is the green juice? Green juice is an apple mixed with spinach and kale. Should I try that? This is orange? This is orange, yes. Yeah, sure. Are you couple together? Yes. We are How many? 1, 2, 1, 2, 5.
അവർ പറഞ്ഞ സ്പെഷ്യൽ ഗ്രീൻ ജ്യൂസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഗ്രീൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർ പറഞ്ഞത് കെയിൽ, സ്പിനാഷ്, അതുപോലെ ഗ്രീൻ ആപ്പിൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണല്ലോ. അപ്പോൾ ഞാനതിന് വെയിറ്റ് ചെയ്തു. ഇതുവരെ കുടിച്ചിട്ടുമില്ല. എന്തായാലും സംഭവം സൂപ്പറാണേ. ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു ചെറിയ പുളിയും ഒരു മധുരവും ഒക്കെ ആയിട്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്തായാലും. കെയിലൊക്കെ ഒത്തിരി നല്ലതാണല്ലോ ആരോഗ്യത്തിന്. ഈ നമ്മുടെ യാത്രയിൽ നമുക്ക് തരാൻ പോകുന്ന ഫുഡിൻ്റെയൊക്കെ മെനു കാർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ബെവറേജസിൻ്റെയും കുറേ ഓപ്ഷൻസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് മറിച്ച് നോക്കി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ ഏത് ഡിവൈസും ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസറും മാസ്കും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ പറഞ്ഞു തുടങ്ങി. ഓരോ സീറ്റിലും നല്ല വലിപ്പമുള്ള നല്ല TV സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കതെല്ലാം വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് ഐ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റും ഒരു പില്ലോയും അതുപോലെ തന്നെ ഇയർഫോണും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സീറ്റിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തു. ട്രേ ടേബിൾ ആണെങ്കിൽ തന്നെ നല്ല വലുപ്പമുള്ള ട്രേ ടേബിളാണ്. നല്ല കൺവീനിയൻ്റ് ആയിട്ടത് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അതൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ഈ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമ്മൾ എവിടെ എത്തി, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ റൂട്ട് ഏതാണ് എന്നൊക്കെയുള്ളത് വ്യക്തമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നു. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എത്ര മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു, ഇനി എത്തിച്ചേരാനുള്ള സ്ഥലത്തെ ടൈം എത്രയാണ്, നമ്മൾ പുറപ്പെട്ട സ്ഥലത്തെ ടൈം എത്രയാണ്, അങ്ങനെ മൊത്തം അതിങ്ങനെ മാറി മാറി കാണിക്കുന്നതുകൊണ്ട് ശരിക്കും എനിക്കതായിരുന്നു ഈ സിനിമയൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ക്യാമറകൾ ഫ്ലൈറ്റിൻ്റെ താഴ്ഭാഗം കാണാനും ഫ്രണ്ടിലത്തെ വ്യൂ കാണാനും അതുപോലെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതൊക്കെ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് നമുക്ക് എല്ലാവർക്കും ഓരോ ട്രാവൽ കിറ്റ് കൊണ്ട് തന്നു. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഡെൻ്റൽ കിറ്റും തുടങ്ങി ഹാൻഡ് സാനിറ്റൈസർ, സ്പ്രേ, ടിഷ്യൂ പേപ്പർ എന്ന് വേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബോക്സിൽ, ഒരു ബാഗിൽ കൊണ്ടു തന്നു. അങ്ങനെ ജെൻസിനാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അതായത് ഷേവിങ് കിറ്റ്, ഡെൻ്റൽ കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ട്രാവൽ ബാഗ്. ടേക്ക് ഓഫ് എല്ലാം കഴിഞ്ഞ് സീറ്റ് ബെൽറ്റിൻ്റെ സൈനൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ എഴുന്നേറ്റ് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഓൺ ബോർഡ് ലോഞ്ച് അത് എന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോഞ്ചിനോട് തൊട്ടടുത്ത സീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ലോഞ്ചിലേക്ക് വന്നു. അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് തൊട്ട് സ്വീറ്റ്സ്, ബെവറേജസ് എല്ലാം അതിൻ്റെ മെനു അവർ നമ്മൾ പറയുന്നതനുസരിച്ചെല്ലാം സെർവ് ചെയ്യുന്നു. ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഫുൾ വൈഫൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള നല്ല സീറ്റുണ്ട്. പിന്നെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലുള്ള ടേബിളുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഒരേ സമയം അങ്ങനെ 16 മണിക്കൂർ ഒറ്റ ഇരിപ്പിരിക്കാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്ന് എവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെയുള്ള നല്ല ഒരു സൗകര്യമാണിത്. അങ്ങനെ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ക്യാമറകളിൽ ആംഗിളൊക്കെ മാറ്റിയിരുന്ന് കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ സെർവ് ചെയ്യാനുള്ള സമയമായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാച്ചിലപ്പോഴത്തേക്കും ഒരു 12-12:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവർ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. എന്തായാലും അത് ഞങ്ങൾ രണ്ടുപേരും ലോഞ്ചിലിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ വിശക്കൊന്നൊന്നുമില്ല, എന്നാലും അത് കഴിച്ചു. കുട്ടികളൊക്കെ അവരുടെ സീറ്റിൽ തന്നെ ഇരുന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് കണ്ടു. അങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്തതിന് ശേഷം അവർ പതുക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ മൂഡിലേക്ക് വരികയാണ്. ഒരു നല്ലൊരു മാട്രസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാട്രസും ഒക്കെ സീറ്റിൽ അറേഞ്ച് ചെയ്ത് ഞാനും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് തന്നെ കാണുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നക്ഷത്രങ്ങളെയൊക്കെ എണ്ണി ഞാനും ഇങ്ങനെ കിടന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് അടിക്കലും ഉറക്കവും സിനിമയും ഒക്കെ ആയിട്ട് ഈ 16 മണിക്കൂർ ഇതാ പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ തന്നെ കഴിഞ്ഞതുപോലെ തോന്നി.
ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കക്ഷീണമൊക്കെ മാറ്റി എല്ലാവരും ഒന്ന് സ്മാർട്ടാക്കാനായിട്ട് നമ്മുടെ എയർ ഹോസ്റ്റസ് ആണെങ്കിൽ നല്ല ഹോട്ട് ടവലുമായിട്ട് വരുന്നുണ്ട്. വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കി ക്യാമറയിലും പിന്നെ വിൻഡോയിലൂടെയൊക്കെ കാലിഫോർണിയയുടെ ആ ഒരു ഭംഗി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 4 PM ആണ്. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ടയേർഡൊന്നും ആവാതെ നല്ല സേഫായിട്ട് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഡിലേ ഒക്കെ വന്നു ബാഗ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നാലും അതിനൊക്കെ ശേഷം ഞങ്ങൾ എയർപോർട്ടിന് പുറത്തിറങ്ങി. ഞങ്ങളുടെ കാത്ത് ഡ്രൈവർ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് ഞങ്ങൾ ഫിഷർമാൻ വാർഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോട്ടൽ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 30 മിനിറ്റോളം യാത്ര ചെയ്യണം. ഹോട്ടൽ അവിടെ എടുക്കാൻ കാരണം സാൻ ഫ്രാൻസിസ്കോയുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് അതിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മിർ വുഡ്സിലേക്ക് പോയി യാത്ര ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളതുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ ചൂസ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാനിതുപോലെ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ കറക്ഷൻസൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയാൻ മടിക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. 10 ദിവസത്തെ ട്രിപ്പിനാണ് ഞങ്ങൾ ഈ വെസ്റ്റ് കോസ്റ്റ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെയും പങ്കുവെക്കാനായിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും നന്ദി.